അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര വരുന്നത് ട്രിവാൻഡ്രം നെയ്യാർ ഡാമിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്തു. നല്ല വിശാലമായ പാർക്കിംഗ് സ്പേസൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 10 രൂപയാണ് വരുന്നത്. അതുപോലെ ബൈക്ക് പാർക്കിംഗ് ചാർജായിട്ട് 10 രൂപയും. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. സ്വന്തമായിട്ട് വാഹനം ഇല്ലാത്തവർക്കും നെയ്യാർ ഡാമിലോട്ട് വരാം. അതിന് തമ്പാനൂർ KSRTC സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് KSRTC സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ട്രിവാൻഡ്രം ടൗണിൽ നിന്ന് ഒരു 30 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഒരു ഗ്രാവിറ്റി ഡാമാണ്. വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഒരു ഫുട്ട് ലെവലായിട്ടാണ് ഈ ഡാം വരുന്നത്. ഇവിടെ നിന്ന് തന്നെ ഡാമിൻ്റെ ഷട്ടറൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. ഒരുപാട് കപ്പിൾസും അതുപോലെ തന്നെ ഫാമിലിയും ഒക്കെ ഉണ്ട് വന്നിട്ട്. എൻ്റെ 4 ഷട്ടറും തുറന്നിട്ടിട്ടുണ്ട്. മഴയൊക്കെ കാരണം വെള്ളമുള്ളത് കൊണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്തോട്ട് നമുക്ക് പോവാം. അതിൻ്റെ സൈഡിലൂടെ വഴിയുണ്ട്. അതുവഴി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ അങ്ങോട്ടേക്ക് എത്താൻ പറ്റും. ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. നമ്മുടെ ഈ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്തും അതുപോലെയുള്ള ഒരു കുറച്ചൊന്ന് നമുക്കൊന്ന് ആസ്വദിച്ചിരിക്കണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാർക്കൊക്കെ വരാൻ പറ്റിയ സ്പോട്ടാണ്. പക്ഷേ ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ വരരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം അതിന് മാത്രം കാഴ്ചകളൊന്നുമില്ല. ഇതിൻ്റെ ഒരു ലാൻഡ് സഫാരി പാർക്ക് അതുപോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം അടച്ചിട്ടിട്ടാണുള്ളത്. നിലവിൽ ബോട്ടിങ്, പിന്നെ ഇതുപോലെയുള്ള കാഴ്ചകൾ, അതുപോലെ തന്നെ അവിടെ ഒരു ക്രൊക്കഡൈൽ പാർക്ക്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പുറത്ത് നമുക്കൊരു കോണിപ്പടിയുള്ള ഒരു വഴിയുണ്ട്. അതുവഴി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാമിൻ്റെ മുകൾ വശത്തോട്ട് വരാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി കയറി പോവാന്ന്. അപ്പോൾ അധികം സ്പോട്ടുകൾ എനിക്ക് ആളുകൾ കുറവായിട്ടാണോ എന്തോ കുറേയൊക്കെ കാട് പിടിച്ചൊക്കെ കിടക്കുന്നത്. അങ്ങനെ അങ്ങ് അത്ര മെയിൻ്റെനൻസ് അല്ല കാര്യങ്ങളൊന്നും. പിന്നെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് വേസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് ആളുകൾ. അതിവിടെ കാണാൻ വരുന്ന ആളുകൾ ഉപേക്ഷിക്കുന്ന വെള്ളക്കുപ്പികളും അതുപോലെ മിഠായി കവറൊക്കെ ആയിട്ട് ഒരുപാട് പ്ലാസ്റ്റിക്സൊക്കെ കണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി മേളിലോട്ട് കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാന്ന്. ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട് 2 സൈഡിലൂടെയും. അതുപോലെ തന്നെ അപ്പുറേ നമുക്ക് കാറൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ വഴിയുണ്ട്. നമുക്കിതിൻ്റെ മേളിലോട്ട് കാറ് ഒക്കെ പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ഒരു ഡാമിൻ്റെ വാട്ടർ ലെവലിൻ്റെ അത്രയൊക്കെ അവിടെ എത്തി. ഷട്ടറൊക്കെ വരുന്ന ആ ഒരു ഇതിൻ്റെ മുകളിൽ. ഇപ്പുറത്ത് നമുക്കൊരു വാച്ച് ടവർ, അതുപോലെ ഇരിക്കാനുള്ള സെറ്റപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വാച്ച് ടവറൊക്കെ ഒന്ന് കയറാം, അവിടെ കാഴ്ചകളൊക്കെ കാണാമെന്ന് കരുതി കുറച്ചുകൂടെ മുന്നോട്ട് വന്നു. ഇവിടെ കാറുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മറ്റേ റൂട്ടിലൂടെ ഇങ്ങോട്ട് കാറൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള കാറുകളൊക്കെയാണ്. പിന്നെ ഒരുപാട് ഫാമിലീസും കപ്പിൾസൊക്കെ അവിടെയൊക്കെ ഇരിക്കാൻ പറ്റുന്ന സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പം അവിടേക്ക് ഇരുന്ന് സംസാരിക്കുകയും അതുപോലെ എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളതിൻ്റെ സൈഡിലൂടെയുള്ള വാക്ക് വേയിലൂടെയൊക്കെ നടന്ന് കാഴ്ചകളൊക്കെ പകർത്ത് നല്ല ഒരു എന്താ പറയുക, സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. പിന്നെ ഫുള്ള് പച്ചപ്പും അതുപോലെ ഗ്രീൻ കളറായിട്ടുള്ള വെള്ളമാണ് അവിടുത്തെ ഡാമിൽ. അതൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ കുറേയൊക്കെ മെയിൻ്റനൻസൊക്കെയാണ്. അവിടെ ഇവിടെയൊക്കെ വേസ്റ്റുകളും കാര്യങ്ങളും, പിന്നെ കൺസ്ട്രക്ഷൻ്റെ എക്യുപ്മെൻറ്റ്സും അതുപോലെ മെറ്റീരിയൽസ്, ഇതൊക്കെ തന്നെയാണ് അവിടെ ഇവിടെയൊക്കെ. എന്നാലും ചില വഴികളൊക്കെ നല്ലതാണ്. നമുക്ക് ഈ ഒരു വാച്ച് ടവറിൻ്റെ മുകളിലോട്ട് കയറി നോക്കാം. കുറച്ചും കൂടെ ഈ ഡാമിൻ്റെ ഒക്കെ ഉയരത്തിലുള്ള കാഴ്ച കാണാൻ പറ്റും. സ്റ്റെപ്പ് കയറിയിട്ട് വേണം മുകളിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി മുകളിലെത്തിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഫാമിലീസൊക്കെ ഉണ്ട് കുറേ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ഡാമിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഡാമിൻ്റെ റിസർവോയറും ഒക്കെ കുറച്ചും കൂടെ വിശാലമായിട്ട് കാണാൻ പറ്റും ഇവിടുന്ന്. അങ്ങനെ അതൊക്കെ കണ്ട്, പിന്നെ നല്ല കാറ്റായിരുന്നു. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടുള്ള കാഴ്ചകളാണ്. നമ്മൾ വന്ന വഴിയും അതുപോലെ അതിന് ചുറ്റുമുള്ള വാക്ക് വേയും കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ അവിടെയുള്ള മരങ്ങൾ, കാടൊക്കെ ആയിട്ടുള്ള സ്പോട്ടുകളൊക്കെയാണ്.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങാമെന്ന് തീരുമാനിച്ചു. ഇതിൻ്റെ ചുമരുകളിലൊക്കെ ഓരോരുത്തരുടെ പ്രണയങ്ങളും അതുപോലെ ഇവിടെ വന്നു പോയതിൻ്റെ തെളിവുകളൊക്കെ ആയിട്ട് കുറേ എഴുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പണ്ട് സ്കൂളിൻ്റെ ചുമരിലും അതുപോലെ വരാന്തകളിലൊക്കെ എഴുതി വെച്ച പോലെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി. നമുക്ക് ഇനി ഡാമിൻ്റെ അടുത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. തിരിച്ചിറങ്ങി വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റുകളാണ്. വെള്ളത്തിൻ്റെ കുപ്പികളും അതുപോലെ മിഠായി കവറുകളും ഒക്കെ ആയിട്ട് ഫുള്ള് വേസ്റ്റാണ്. ആളുകൾ ഭയങ്കര കെയർലെസ് ആയിട്ട് എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളിലും കാണുന്നൊരിതാണ്. മര്യാദയ്ക്ക് വേസ്റ്റുകൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യാതെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നടന്നിറങ്ങി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി ഡാമിൻ്റെ ആ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലോട്ട് കയറി. അവിടെയും ഒരുപാട് പേരൊക്കെ ഉണ്ട് കാണാനൊക്കെ ആയിട്ട് വന്നത്. പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടെ അടുത്ത് ഡാമിൻ്റെ റിസർവോയറും ഷട്ടറും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്നു. ഇതിൻ്റെ ചുറ്റുഭാഗം അതുപോലെ നമ്മൾ നേരത്തെ വന്ന വഴി താഴെ അതൊക്കെ കണ്ടു. പിന്നെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര നല്ല ഒരു അടിപൊളി കാഴ്ചകളാണ്. പിന്നെ അപ്പുറത്തുള്ള ചെറിയ ചെറിയ പാർക്കുകൾ ഒക്കെ സ്പോട്ടുകളൊക്കെ തന്നെയാണ് കാണുന്നത്. ഭയങ്കര പ്രതീക്ഷയിൽ വരണ്ട എന്ന് തന്നെയാണ്. കാരണം അതിന് മാത്രം ഒന്നും ഇവിടെ ഇല്ല. പക്ഷേ ഒന്ന് കുറച്ചൊരു സമയം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്ത് കുറച്ചൊരു മനസ്സമാധാനത്തിലൊരു ഫ്രീ ആയിട്ടൊരു സ്പേസിൽ ഇരിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ വരുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് താഴോട്ടിറങ്ങി. നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. ഒരു ബോട്ടിന് 700 സംതിങ് എന്താണ് ചാർജൊക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ കുറേ ചെടികളും പൂവുകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ചുമ്മാ അങ്ങ് നമുക്ക് താഴോട്ട് ഇറങ്ങാൻ വിചാരിച്ചു. ഇവിടെ ഒരു താഴോട്ട് ഇറങ്ങി ചെല്ലുന്ന നേരം ഇവിടെ ഒരു മുയലിൻ്റെ ഒക്കെ ഒരു കൂടൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അടുത്തോട്ടൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമുക്ക് തിരിച്ച് പോകാം എന്നുള്ള പ്ലാനിങ്ങിൽ അങ്ങനെ തിരിച്ചിറങ്ങാം. ഇവിടെ നല്ല ഫോട്ടോ എടുക്കാനതിനൊക്കെ പറ്റിയ നല്ല നല്ല ഫ്രെയിമുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു ഇനി തിരിച്ച് പോകാം എന്നുള്ള രീതിയിൽ പുറത്തിറങ്ങാണ്. അപ്പോൾ അവിടെ കയറി ചെല്ലുന്നവിടെ തന്നെ നമുക്ക് വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴും ആളുകളൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ക്ലോസ് ചെയ്യുന്ന സമയമൊക്കെ ചോദിച്ചപ്പം ചിലപ്പോൾ 7 മണി വരെയൊക്കെ പോകാറുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒരു KSRTC ബസ്സൊക്കെ കിടക്കുന്നുണ്ട് തിരിച്ച് തമ്പാനൂരിലോട്ടുള്ള. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഓക്കെ, ബായ്.